രാജീവ ഇവിടത്തെ കഴിഞ്ഞതിന് ശേഷം ആ റൂമിൽ തന്നെ. അപ്പൊ ഈ വർക്ക് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ വേറെ സൈറ്റിൽ പണി തുടങ്ങാനുള്ള അവിടെ രാജീവൻ വേണം. ഏടാ സാധനങ്ങൾ എടുത്തോട്ടെ. നിങ്ങളെല്ലാവർക്കും വീട് പണിത് കൊടുക്കാനല്ലേ? നിങ്ങൾക്കൊരു വീടെന്നാണ് പണിയണം. എടാ ഞാൻ 2 പെൺമക്കളെ കെട്ടിച്ചേച്ച് എൻ്റെ ഒരു മോൻ ബാംഗ്ലൂരിൽ പഠിക്കുക. അതിന്റെ ചെലവൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ അവനൊന്ന് വെള്ളം തോടുന്നു കഴിഞ്ഞാൽ എനിക്കൊരു പേരുണ്ടാക്കണം. നിങ്ങളൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടാവൂല. എല്ലാം ശരിയാവും. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഭക്ഷണം കഴിച്ചു തരുമ്പോഴേ കുറച്ച് മണ്ണ് കയറ്റണം. അവിടെ ഇട്ടോ ഇവിടെ ഇട്ടോ. ഓടുന്നില്ലേ? ഞാനൊന്നും കഴിച്ചില്ല. ഞാനേ ഇപ്പൊ തന്നിട്ടേ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഹോട്ടലുണ്ട്, അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടോ. ഞാൻ കൊണ്ടുവന്നു. ഹലോ, എന്താ ചേട്ടാ? പൈസയുടെ കാര്യം വല്ല ശരിയായോ? 2-3 പേരോട് ചോദിച്ചു മോളെ, ആരെയും കിട്ടിയില്ല. മോളൊരു കാര്യം ചെയ്യും, ഗൗരിമോളുടെ മാല അവിടെ ഇരിക്കണില്ലേ, അതുകൊണ്ട് പണയം വെക്കും. അവളുടെ കഴുത്തിൽ ആകത്തില്ലേ ഉള്ളൂ, അത് പണയം വെക്കണോ? വേറൊരു വഴിയില്ല. എന്നിട്ടാണ് മോളെ, അറിയാലോ വീടിന്റെ ലോൺ അടച്ചു കഴിഞ്ഞപ്പോ തന്നെ കയ്യിലൊന്നും ഇല്ലാണ്ടേ. ചേട്ടന്റെ ഇഷ്ടം പോലെ. രാജീവ അയ്യ നാലെടുക്കാം. അതെ ആൻറ്റി സാറ് വരുന്നുണ്ടെങ്കിൽ അടുത്ത തിങ്കളാഴ്ച തുടങ്ങാന്ന് പറഞ്ഞു. എനിക്കൊരു ദിവസത്തെ പൈസ അല്ലേ തരാനുള്ളൂ, ഇത് കുറെ ഉണ്ടല്ലോ. മാല വിറ്റിട്ടാണെങ്കിലും എൻ്റെ മാളികപ്പുറത്തിനെ ഞാൻ അയ്യപ്പനെ കാണിക്കണം. അതെന്റെ മോൾക്ക് ഞാൻ കൊടുത്ത വാക്കാണ്. അത് നീ വെച്ചോടാ, ഞാൻ ഇഷ്ടത്തോടുകൂടി തരണേ. തിങ്കളാഴ്ച ശബരിമലയ്ക്ക് പോവല്ലേ, അപ്പൊ ചിലവുകളൊക്കെ ഉണ്ടാവും. പിന്നെ നീ ശബരിമലയ്ക്ക് പോകുമ്പേ നിന്റെ അയ്യപ്പനോട് റഹീം കാടെ കൂടി കാര്യം നീ പറഞ്ഞു. മോളെ നോക്കണോട്ടോ, പോട്ടെ. എടാ റഹീമേ, 2 മാസമായില്ലേ നീ എനിക്ക് വാടക തന്നിട്ട്? ഇന്ന് 6 മണിക്ക് നീ ക്യാഷ് എത്തിക്കാന്ന് ഉറപ്പ് പറഞ്ഞല്ലേ നീ? ഞാൻ 6 മണിക്ക് തരാന്ന് പറഞ്ഞാണ്. അത് ശരിയാണ്, എന്തെങ്കിലും തെറ്റ് പറ്റി. എനിക്ക് അത്യാവശ്യമായിട്ട് ആ പൈസ ഒന്നും ഒരാൾക്ക് കൊടുക്കണ്ടായിട്ട് വന്നു. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല റഹീമേ. 2 ദിവസത്തിനുള്ളിൽ വാടക എത്തിച്ചില്ലേ വീട്ടിൽ ഞാൻ ഇറക്കും. അത് തരാ, ക്ഷമിച്ചു സാധിക്കും.